കോഴിക്കോട് അത്തുറ പ്രദേശത്ത്, കോഴിക്കോട് അത്തുറ എന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പപ്പാപ്പന്മാർ കാളിയായി സേവനം ചെയ്തിരുന്ന പണ്ടത്തെ കോഴിക്കോട് കാളിമാരുടെ ആസ്ഥാനമായിരുന്ന ശാലിയത്തെ, ശാലിയാത്തി എന്നൊക്കെ അഹമ്മദ് കോയ ശാലിയാത്തിയൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അവരുടെ ജന്മദേശമാണ് ചാലിയം. കോഴിക്കോട് കാളിമാരുടെ സങ്കേതം എവിടെയാണ്? ഇദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ ബാപ്പയാണ് അബൂബക്കർ കാളി. അവരെ അബൂബക്കർ ശാലിയാത്തി എന്നാണ് വിളിക്കപ്പെടാറുള്ളത്. അബൂബക്കർ ശാലിയാത്തി എന്ന ആ മഹാനും അവരെ പോലുള്ളവരുമൊക്കെ കാളി ആസ്ഥാനമായി നിലകൊണ്ടിരുന്നത് ചാലിയമാണ്. ആ ചാലിയത്തിൻ്റെ പഴയ പേരായിരുന്നു അത്രേ അത്തുറ. അപ്പോൾ കോഴിക്കോട് അത്തുറ, കോഴിക്കോട് അത്തുറ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശം, അല്ലെങ്കിൽ കോഴിക്കോട് ആ നാട് എന്നർത്ഥം വെക്കണമെങ്കിലും വെക്കാൻ തുറ എന്ന വാക്കിന് നാട് എന്നർത്ഥമുണ്ടോ എന്ന് കണ്ടെത്തണം. അത്തുറ എന്ന് ചാലിയത്തിൻ്റെ പഴയ പേരാണത്രേ. ചാലിയത്തിൻ്റെ പേര് ഇനി ഒന്നുമില്ലെങ്കിൽ കോഴിക്കോട് എന്ന് കേട്ടോളി, അത് നമുക്ക് പറയാമല്ലോ, കോഴിക്കോട് കാളിമാർന്ന് മതി. കോഴിക്കോട് അത്തുറ ചാലിയത്തിൽ പിറന്നോവർ, കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ഇതൊക്കെ നോക്കിയെടുത്തതാണ് അദ്ദേഹം. ആര്? ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ അഹമ്മദ് ബിൻ അബീബക്കർ ശാലിയാത്തി റഹ്മഹുല്ലാഹ്. കേവലം മലയാളത്തിലെ ഒരു പണ്ഡിതൻ എന്നോ ഏതെങ്കിലും ഒരു സുന്നി സംഘടനയുടെ നേതാവെന്നോ നമ്മൾ കണക്കിലെടുത്താൽ പോരാ. ഖാലി മുഹമ്മദ് അവർകളെ, ഖാലി മുഹമ്മദ് അവർകളുടെ അബൂബക്കർ ശാലിയാത്തി വരെയുള്ള പിതാമഹന്മാരെയാണ് ഞാനിപ്പോൾ വായിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള പിതാമഹന്മാരും ധാരാളം പിതാമഹന്മാർ ക്രോഡീകൃതമായി തന്നെ ഖാലിമാരുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. ഖാലി മുഹമ്മദ് എന്നവരുടെ അബൂബക്കർ ശാലിയാത്തി എന്ന് പറയുന്ന ഈ പിതാമഹൻ, കോഴിക്കോട് ഖാലി മുഹമ്മദ് എന്ന മുഹിയുദ്ദീൻ മാലയുടെ കർത്താവിൻ്റെ ബാപ്പ അബ്ദുൽ അസീസ് എന്നവരുടെ ബാപ്പ ഖാലിയാവരുടെ പിതാമഹൻ അഹമ്മദ് എന്നവർ, അവരുടെ പിതാവ് അബൂബക്കർ ശാലിയാത്തി എന്നവർ ബഹുമാനപ്പെട്ട നമ്മുടെ വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നവരുടെ ഉസ്താദാണ്. വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത് ഫതുഹുൽ മുഈൻ രചിച്ച നമ്മുടെ ചെറിയ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഉപ്പാപ്പ. വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നവരുടെ ഉസ്താദായിരുന്നു ഖാലി മുഹമ്മദ് എന്നവരുടെ പ്രപിതാമഹനായ അബൂബക്കർ ശാലിയാത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര പഴക്കമുള്ള ആളാണ് നമ്മളൊന്ന് ഓർക്കണം. തസൗഫിൻ്റെ വിജ്ഞാനങ്ങൾ ഭണ്ഡാരങ്ങളൊക്കെയും വളരെ ചെറിയ ഒരു കവിതയായി ഹിദായത്തുൽ അദ്കിയ എന്ന പേരിൽ സമാഹരിച്ചിട്ടുള്ള, സംക്ഷിപ്തമാക്കിയിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. സാധാരണഗതിയിലുള്ള ഒരു ഫഖീഹ് മാത്രമല്ല, വളരെ ഗഹനമായി തസവുഫിൻ്റെ വിജ്ഞാനം ആഴത്തിൽ പഠിച്ചറിഞ്ഞിട്ടുള്ളൊരു വലിയ സൂഫിവര്യനും ആരിഫുമായിരുന്നു ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അവരുടെ ഗുരുവാണ് അബൂബക്കർ ശാലിയാത്തി എന്നത്. മഹാനവറുകൾ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളവരാണ്. അവരുടെ മകൻ അഹമ്മദിൻ്റെ മകൻ അബ്ദുൽ അസീസിൻ്റെ മകൻ ഖാലി മുഹമ്മദ് എന്നവരും ഈ മാല രചിക്കുന്നത് ഹിജറ 1016 വരുമ്പോൾ, ഹിജറ 1016 അദ്ദേഹം ഈ മാല രചിക്കുന്നതെന്ന് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. ഹിജറ 1016 ഇത് രചിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ എത്ര നൂറ്റാണ്ട് മുൻപാണെന്ന് ആലോചിച്ചു നോക്കിങ്ങൾ. 1025 അവരുടെ വഫാത്ത്. 1025 വഫാത്തായ അവർ കോഴിക്കോട് കുറ്റിച്ചിറ വലിയ ജുമാഅത്ത് പള്ളിയുടെ മുൻഭാഗത്ത് തന്നെ മറ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം പ്രകാശം വർഗത്തുകൊണ്ട് അള്ളാഹു നമ്മെ ഇത് ലോകവിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖാലി മുഹമ്മദ് എന്നവർ ചെറിയ ഒരു ഖാലിയരല്ല. നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഖാലി എന്ന് പറഞ്ഞാണ്ട് നിസ്സാരമാക്കേണ്ടവരല്ല. വലിയ പദവിയാണെങ്കിൽ നമുക്ക് ഖാലിയരല്ലേ, നമുക്കറിയാലോ എന്നുള്ള നമ്മളെ ഒപ്പ്. അത് സമകാലിക ലോകത്ത് നമ്മൾ ഖാലിമാർക്ക് നൽകുന്ന വിലയും നിലയും ഒക്കെ വെച്ചിട്ടുള്ള വിലയിരുത്തല. അങ്ങനെ പോരെ ഖാലിയെ കാണാൻ. ഖാലി മുഹമ്മദ് എന്നവർ ഖാലിമാർക്ക് ശരിയായ ബോധവും ശരിയായ സ്ഥാനവും നൽകപ്പെട്ടിരുന്ന ആ കാലത്തുള്ള ഖാലിയരാണ്. അദ്ദേഹം ചെറിയ ഒരു പണ്ഡിതനല്ല, വലിയ വലിയ കിതാബുകൾ രചിച്ചിട്ടുള്ളവരാണ്. ധാരാളം കിതാബുകൾ വിവിധ ഫന്നുകളിൽ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അറബിലുള്ളവ തന്നെ ചരിത്രകാരന്മാർ ശേഖരിച്ചിട്ടെണ്ണുന്നുണ്ട്. അദ്ദുറത്തുൽ ഫസീഹ ഫിൽ വഅദി വന്നസീഹ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കിതാബാണ്. ഇലാഖം അയ്യുഹൽ ഇഖ്വാൻ മറ്റൊരു കിതാബ്. ഫതുഹുൽ മുബീൻ പോർച്ചുഗീസുകാരുടെ സമരചരിത്രങ്ങൾ അറബിയിൽ വിവരിക്കുന്ന വളരെ സുന്ദരമായ ഒരു ചരിത്ര കിതാബാണ് ഫതുഹുൽ മുബീൻ. മഖാസിദുൻ നിക്കാഹ്, മുന്തഖബാത്തുൽ ഫറായിദ്, നെളുമു ഖത്റുനദ. നമ്മളെ നെഹ്വില് അദ്ദേഹം പങ്കെടുക്കാത്ത, അദ്ദേഹത്തിന് വഴങ്ങാത്ത ഫന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇബ്നു ഹിഷാം, പ്രസിദ്ധ നെഹ്വി പണ്ഡിതനായ
എന്നാൽ ചരിത്ര പണ്ഡിതനും മുഹദ്ദിസും ഒക്കെയായ ഇബ്നു ഹിശാമിന്റെ ഗ്രന്ഥമാണല്ലോ ഖത്റുന്നദ. ആ ഖത്റുന്നദയെ കവിതയാക്കിയിട്ട് രചിച്ചിട്ടുണ്ട് മഹാൻ നദുമു ഖത്റുന്നദ. നദുമുൽ അജ്നാസ്, നമ്മളെ ചെറിയ കിതാബ് മീസാന്റെ ഒപ്പമുള്ള അജ്നാസ്, ഇതിന്റെ നദുമുണ്ട് മഹാന്. മൻലൂമ ഫി തജ്വീദുൽ ഖുർആൻ, ഖുർആന്റെ തജ്വീദ് നല്ലൊരു പാട്ടുണ്ട് മൂപ്പർക്ക്. മൻലൂമ ഫി ഇൽമിൽ ഹിസാബ്, ഗണിതശാസ്ത്രത്തിൽ നല്ലൊരു അറബി കവിതയുണ്ട്. മൻലൂമ ഫി ഇൽമിൽ അഫ്ലാക് വന്നുജൂം, ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കവിതയുണ്ട്. മൻലൂമ ഫിൽ ഖുതൂത്തി വറസായിൽ, സാഹിത്യകാരന്മാർ വിഷയമാക്കാറുള്ള എഴുത്തുകളും ലേഖനങ്ങളും എന്ന വിഷയത്തിൽ, രചനകളുടെ വിഷയത്തിൽ മാത്രം അദ്ദേഹത്തിന് ഒരു നല്ല പാട്ടുണ്ട്. പാട്ട് പറഞ്ഞാൽ മലയാള പാട്ടല്ല, അറബ് ഗ്രന്ഥം അതൊക്കെ. നദുമുൽ അവാമിൽ, നമ്മളെ നെഹബന്റെ കിതാബിൽ ഓതുന്ന അവാമിൽ പഴയ കാലത്തുള്ള ഗ്രന്ഥമാണ്. ആ അവാമിന് അവർക്ക് നദുമുണ്ട്. നസീഹത്തുൽ മുഅ്മിനീൻ നല്ലൊരു വാളിന്റെ കിതാബുണ്ട്. മുദ്ഖിലുൽ ജിനാൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ അറബി കിതാബുകളാണ്. ചരിത്ര അന്വേഷകന്മാർ പറയുന്നത് 500-ൽ പരം കിതാബുകൾ, നല്ല നല്ല ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ഇത് അതിശയോക്തിപരമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെത് കയ്യെഴുത്ത് പ്രതികൾ കണ്ടുകിട്ടിയത് തന്നെയുണ്ട്. ഈ മഹാൻ അന്നത്തെ കാലത്ത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന നമ്മുടെ ഫതുഹുൽ മുഈനിന്റെ കർത്താവിന്റെ കാലത്ത് ജീവിച്ചവരാന്ന് ഓർക്കണം. മഹാനവറുകൾ വഫാത്താവുന്നത് ഹിജറ 991 പൊന്നാനിയിൽ വെച്ചാണെന്ന് ഷംസുൽ ഖാദിരി എന്നവർ അദ്ദേഹത്തിന്റെ മലബാർ ചരിത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഹിജറ 991 വഫാത്താകുന്ന ഫതുഹുൽ മുഈനിന്റെ കർത്താവിന്റെ കാലത്ത് 1025 വഫാത്താവുന്ന ഖാലി മുഹമ്മദ് എന്നവരുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ഖാലി മുഹമ്മദ് എന്നവർ മലബാറിലുണ്ട്. നമ്മുടെ മുഫ്തി ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫി മദ്ഹബിലെ ഖാത്തിമുത്തുൽ മുഹഖ്ഖിഖീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാൻ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളവർക്ക് 973 വഫാത്താവുന്നത്. ഈ 973 വഫാത്താവുന്ന കാലത്ത് ഖാലി മുഹമ്മദ് എന്നവർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇബ്നു ഹജർ തങ്ങളുടെയും ഫതുഹുൽ മുഈനിന്റെ കർത്താവിന്റെയും കാലത്ത് തിളങ്ങി നിന്ന അവരെ പോലെ തന്നെ അനേകം ഗ്രന്ഥങ്ങൾ, വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ വിവിധ പന്നുകളിൽ രചിച്ചിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് ഖാലി മുഹമ്മദ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളിവിടെ വിമർശിക്കുന്ന കൊച്ചൂറാന്മാർ ആരുടെ ഗ്രന്ഥത്തെയാണ് വിമർശിക്കുന്നത്, ആരുടെ മൊഴികളെയാണ് പൊയ്യെന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ചെറുതല്ല, തൗഹീദിന് വിരുദ്ധമായത് മുഹയ്യിദ്ദീൻ മാലയിലുണ്ട് എന്ന് പറഞ്ഞാൽ തൗഹീദ് പോലും പഠിച്ചിട്ടില്ല ഈ പണ്ഡിതനല്ലേ ആ വിമർശനത്തിന്റെ മറ്റൊരു ഭാഷ്യം. തൗഹീദും ശിർക്കും തിരിയാത്തവരാണ് ഇബ്നു ഹജർ തങ്ങളുടെയും സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും കാലത്തുള്ള ഖാലി മുഹമ്മദ് എന്ന മഹാപണ്ഡിതൻ എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ കാലമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ പേരെങ്കിലും ചൊല്ലിപ്പഠിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ഭക്തികാവ്യ വിഭാഗത്തിൽ മാലപ്പാട്ടുകളിൽ ആദ്യം കിട്ടിയ പാട്ടാണ് ഏറ്റവും പഴക്കമുള്ളതായി ഇപ്പോൾ മുഹയ്യിദ്ദീൻ മാല. വാസ്തവത്തിൽ മാലകൾ എന്നതു തന്നെ ഇതുമെന്ന് പോന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന്. ഭക്തികാവ്യ വിഭാഗത്തിൽപ്പെട്ട മാലപ്പാട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള ഈ പാട്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം രചിക്കുന്നതിന്റെ 5 വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് എന്ന് ആ ചരിത്രം പറയുന്നു. തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം രചിക്കുന്നതിന്റെ 5 വർഷം മുൻപ്, കൊല്ലം 782, കൊല്ലം 782, കൊല്ലം 787, 88 രചിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ രചിക്കപ്പെടുന്നതിന്റെ 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഈ പാട്ടിനെ രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ചതായിട്ട് വിമർശിക്കുന്ന ആളുകളും ആക്ഷേപിക്കുന്ന ആളുകളും എന്തു പഠിച്ചു? എന്താണ് അവർ പഠിച്ചത്? ഇത് ഞാൻ വെറുതെ പറയല്ല, സങ്കടത്തോടുകൂടെ അല്പം പ്രതിഷേധത്തോടുകൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. IPH പുറത്തിറക്കിയ ഒരു ഗ്രന്ഥമുണ്ട്, സുന്നത്തും ബിദഅത്തും എന്നിട്ട്. IPSലെ വഹാബിസം മുഴുവൻ പ്രചരിപ്പിക്കുന്ന, അതായത് മൗദൂദികളുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് IPH. ഇതിന്റെ വഹാബിസം മുഴുവൻ എഴുതുന്ന ഒരു ആളുണ്ട്, EN ഇബ്രാഹിം എന്ന പേരിലൊരാൾ. അയാളുടെ ഗ്രന്ഥമാണ് സുന്നത്തും ബിദഅത്തും എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളെ കുറിച്ച് പറയുന്ന ഈ പാട്ട് അധ്യാത്മരാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിച്ച് എഴുതിയതാണ് എന്നാണ്. എന്താ കാരണമെന്നറിയോ? അദ്ദേഹത്തിന്റെ ഈ മാലയിൽ അവസാനമായിട്ട് മാലയ്ക്ക് പേരിട്ടതും മാലയുടെ ശൈലിയും വിവരിക്കുന്നു, മാലയുടെ മഹാത്മ്യവും വിവരിക്കുന്നുണ്ട്. നമ്മളെ മുഹയ്യിദ്ദീൻ മാലയിൽ എന്താ? മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ മുഹയ്യിദ്ദീൻ മാലനെ കോത്തേൻ ഞാൻ ലോകരെ,
മുത്തും മാണിക്യവും ഒന്നായി കോർത്ത പോലെയാണ് കോർത്തതാണ്. സ്ഥാനവും മറ്റൊന്നും നോക്കിയിട്ടില്ല. എല്ലാം സ്ഥാനത്ത് തന്നെയാണ് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ അവലംബ ഗന്ധങ്ങളിൽ നിന്ന് ക്രമം നോക്കിയിട്ടോ സംഭവത്തിൻ്റെ ക്രമം നോക്കിയിട്ടോ ഒന്നും കോർത്തതല്ല. എല്ലാം കിട്ടിയതൊക്കെ മുത്ത്, കിട്ടിയതൊക്കെ മാണിക്യം. കിട്ടിയത് ചിലത് മുത്താണെങ്കിൽ ചിലത് മാണിക്യമാണ്. മാണിക്യവും മുത്തും ഒക്കെ വേണ്ടതാണല്ലോ, എല്ലാം രത്നങ്ങളാണല്ലോ. അപ്പൊ മാണിക്യത്തിൻ്റെയും മുത്തിൻ്റെയും പോലെ ഒന്നൊന്നിനെ മെച്ചം എന്ന് തോന്നിയപ്പോൾ അത് കിട്ടിയതുപോലെ അങ്ങ് കോത്തതാണ് മുഹിയുദ്ദീൻ മാലിനെ. വിഷയക്രമം നോക്കിയിട്ടില്ല, സംഭവക്രമം നോക്കിയിട്ടില്ല എന്ന് വിവരിച്ചിട്ട് ആ മാല ചെറുതല്ല എന്ന് വരുത്താൻ മഹാൻ പറഞ്ഞിട്ടുണ്ട്.